ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കിഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഒരു ഒന്നേകാൽ കൊല്ലം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു 1.25 വയസ്സുള്ള ഒരു കുട്ടീന്റെ വീഡിയോ. ആ വീഡിയോ ഒരു 62K ആളുകൾ കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് 1.25 കൊല്ലം കഴിഞ്ഞപ്പോ 3 വയസ്സായി നിൽക്കുകയാണ് ആ കുട്ടി. ആ കുട്ടിക്ക് വന്ന മാറ്റങ്ങൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യാന്ന് വിചാരിച്ചത്. ഞാൻ കൃത്യമായിട്ട് ആളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ചില്ലറക്കാരല്ല. ഇന്ത്യൻ ഫുട്ബോളിലെ കിടിലൻ ക്ലബ്ബുകൾ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം. ബ്ലാസ്റ്റേഴ്സ് ആൾക്ക് ഗിഫ്റ്റ് വരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒഫീഷ്യലായിട്ട് പറയാനായിട്ടില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരും വർഷങ്ങളിലെ പ്ലാനിലൊക്കെ ഈ 3 വയസ്സുകാരനായ ആരോൺ റാഫേൽ എന്ന ഈ കുട്ടി ഉണ്ട് എന്നുള്ളതാണ് ശക്തമായ ഊഹം. നമ്മളെ ഫുട്ബോൾ താരങ്ങളായ KP രാഹുൽ, ഇങ്ങനെ പല ആളുകളും കൃത്യമായി ആരോണിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഓരോ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി വേൾഡ് ഫുട്ബോളിൽ ആരോൺ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഫുട്ബോൾ പേജുകളായ 433, FTBL, ഒരുപാട് പേജുകൾ ആരോന്റെ ഈ അച്ഛൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളൊക്കെ അവന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വേൾഡ് ഫുട്ബോളിലെ മികച്ച ക്ലബ്ബുകളും അതുപോലെ തന്നെ മികച്ച കോച്ചസ് ആണ്. നമുക്കറിയാം, ബുണ്ടസ്ലീഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബുകളിൽ ഒന്നാണ് RB ലൈപ്സിഗ്. RB ലൈപ്സിഗ് ആരോന്റെ വീഡിയോസ് കണ്ടിട്ട് അവനെ അതിന് വേണ്ടിയിട്ട് അവർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്, ആരോൺ ഒന്ന് വലുതാകാൻ കാത്തിക്കുകയാണെന്നാണ് RB ലൈപ്സിഗ് പറയുന്നത്. അതുപോലെ തന്നെ പല ക്ലബ്ബുകളും, വേൾഡ് നിലവാരത്തിലുള്ള പല ക്ലബ്ബുകളും ആരോണിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ക്ലബ്ബായിരിക്കും ഹനോവർ FC 96. ബുണ്ടസ്ലീഗയിൽ കഴിഞ്ഞ 30 വർഷത്തോളായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ക്ലബ്ബാണ് ഹനോവർ FC. ഈ ഹനോവർ FC ഇപ്പം ഫസ്റ്റ് ഡിവിഷനിലല്ല, സെക്കൻഡ് ഡിവിഷനിലാണ് കളിക്കുന്നത്. പക്ഷെ ഇതുവരെ ബൊറൂസിയ ഡോട്ട്മുണ്ട് അതുപോലെ തന്നെ ബയൺ മ്യൂണിക് ഒക്കെ കളിക്കുന്നത് പോലെ തന്നെ ബുണ്ടസ്ലീഗയിലെ സീനിയർ ഡിവിഷൻ കളിച്ചിരുന്ന ക്ലബ്ബാണ്. ആ ക്ലബിന്റെ യൂത്ത് കോച്ചായിട്ടുള്ള മിക്കായേല് ആരോണിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഹനോവർ FCയും ആരോണിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരോടുള്ള ഇഷ്ടം കൂടിയിട്ട് ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ആരോണിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ജേഴ്സി, വാട്ടർ ബോട്ടിൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊരു ചരിത്രപരമായ മാറ്റം കൂടി തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും ചെറിയൊരു കുട്ടിക്ക് ജർമ്മൻ ക്ലബിൽ നിന്നും ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. എന്തായാലും ആരോണിനെ അത്രമാത്രം ആളുകൾ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വേൾഡ് ഫുട്ബോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതുകൊണ്ട് തെളിയുന്നത്. അപ്പോ ആ കുട്ടിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തണം, അവരുടെ മാറ്റങ്ങൾ മലയാളികൾ കാണണ്ടേ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണുക. ആരോണിന്റെ പഴയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കണ്ടിട്ട് 1.25 വർഷം കൊണ്ട് ആ കുട്ടിക്ക് വന്ന മാറ്റം എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിന് പൂർണ്ണമായിട്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആരോണിന്റെ ഫാദറിനാണ്. കാരണം കൃത്യമായി ആരോണിനെ പരിശീലിപ്പിക്കുകയും അതുപോലെ തന്നെ ആരോണിന്റെ വീഡിയോസ് എടുക്കുകയും ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ആരോണിന് ഇത്രമാത്രം പിന്തുണ കൊടുക്കുന്നത് അവന്റെ പാരന്റായ റാഫേൽ തോമസ് ആണ്. അപ്പൊ റാഫേൽ തോമസ് തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. നമ്മളൊന്നും മറക്കാൻ പാടില്ലാത്ത ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരാൾ കൂടിയാണ് ആരോൺ റാഫേലിന്റെ പിതാവ്. സോ നിങ്ങൾക്ക് ഒരു വലിയ സല്യൂട്ട് നൽകുന്നു. മാത്രല്ല, ആരോണിന്റെ വീഡിയോ കണ്ടിട്ട് ആരോണിനെ ഇഷ്ടപ്പെട്ടിട്ട് ആരോണിന്റെ വീഡിയോസ് നേരിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ നിന്നും ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ബാംഗ്ലൂർ വന്ന് ആരോണിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട് ജർമ്മനിയിലെ ചാനല്. അപ്പോ അവിടെയൊക്കെ അത് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും വർഷങ്ങളിൽ നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു താരം തന്നെയാണ് ആരോൺ റാഫേൽ. മലയാളികൾക്ക് അഭിമാനമാകാൻ സാധ്യതയുള്ള ഒരു താരമാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പഴയ വീഡിയോസിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണ്ട് പഴയ വീഡിയോവും ഈ 1.25 കൊല്ലം കൊണ്ട് ആരോണിന് വന്ന മാറ്റമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പം 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികളുണ്ടാവും. നിങ്ങൾ എന്താ ഇനി കാത്തിക്കുന്നത്? ആരോണിന്റെ പിതാവ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ആരോണിനോളം അതേ ലെവലിൽ നിൽക്കുന്ന പല കുട്ടികളും നമ്മളൊക്കെ നാട്ടിലുണ്ടാവും. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ വേൾഡ് ഫുട്ബോളിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് കാരണമാവും. അപ്പോൾ ഈ സാധ്യതകളൊക്കെ നിങ്ങളും ഉപയോഗിക്കണം. ഞാനടക്കമുള്ള ആളുകൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ അതായിരിക്കും കുട്ടികൾക്ക് വഴിത്തിരിവാകുന്നത്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോള് വരും ദിവസങ്ങളിൽ വളരെ ഉഷാറാവുന്നുള്ളത് നമുക്കൊന്നും സംശയമില്ല. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നമ്മളെ കേരളത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, നമ്മളൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല
ആരോണിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യണം. ആരോണിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല കൂടെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുക. നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതൊക്കെയാണ് നമുക്കുള്ള മോട്ടിവേഷൻ. സോ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ആരോണിനെ കാണാം.